അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അശ്ശുറൂഖ് എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. അൽ വഹ്ദ അസാനിയ, സെക്കൻഡ് യൂണിറ്റ്. മിൻ ഹദിയിർ റിസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇവിടെ റിസാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നബിയുടെ സന്ദേശം. ആ നബിയുടെ സന്ദേശത്തിൻ്റെ നേർമാർഗം, അതാണ് ഹിദായത്ത്, ഹദീ എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ചില ഭാഗം, അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്, മിൻ ഹദീർ റിസാല, ദിവ്യ സന്ദേശത്തിൻ്റെ നേർവഴിയിൽ നിന്നും. ഫദലുൽ ഇൽമി വൽ അമലി വത്തക്കസ്സുബി. അറിവിൻ്റെയും അതുപോലെ അമല്, തൊഴിലിൻ്റെയും, വത്തക്കസ്സുബ്, സമ്പാദ്യത്തിൻ്റെയും ശ്രേഷ്ഠത. ഇപ്പം നമ്മൾ അറിവ് പഠിക്കുക, ജോലി ചെയ്യുക, ധനം സമ്പാദിക്കുക, ഇതിൻ്റെയൊക്കെ ഫള്, ശ്രേഷ്ഠതയാണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത്. യഹ്സുന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇൽമി വൽ അമലി വസ്സഅയി ലിത്തകസ്സുബി വയുശജ്ജിഉന അലാ ദാലിക ബിഅസാലീബ മുതഅദ്ദിദ. യഹ്സുന, നമ്മെ പ്രേരിപ്പിക്കുന്നു. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രേരിപ്പിക്കുന്നു. അലൽ ഇൽമി, അറിവ് പഠിക്കാൻ വേണ്ടി, വൽ അമലി, അതുപോലെ തൊഴിൽ ചെയ്യാൻ വേണ്ടി, വസ്സഈ ലിത്തകസ്സുബി, ധനം സമ്പാദിക്കാനുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ടും, വയുശജ്ജിഉന, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു, അലാ ദാലിക, ഈ വിഷയങ്ങളിൽ, ബി അസാലീബ മുതഅദ്ദിദ, വിവിധ ശൈലികളിൽ. അപ്പം വിവിധ ശൈലികളിലൂടെ വിവിധ സന്ദർഭങ്ങളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിനും തൊഴിലിനും ധനം സമ്പാദിക്കാനുമൊക്കെ, സ്വന്തമായി ധനം സമ്പാദിക്കാനുമൊക്കെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതിൽ ചില ഹദീസുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 4 ഹദീസുകളാണ് ഈ യൂണിറ്റിലുള്ളത്. ഒന്ന്, അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഇൻഖതഅ അൻഹു അമലുഹു, അവൻ്റെ എല്ലാ അമലും മുറിഞ്ഞു പോകും, അവൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകും, ഇല്ലാ മിൻ സലാസത്തിൻ, 3 പ്രവർത്തനങ്ങൾ ഒഴികെ. അതേതൊക്കെയാണ്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഒന്ന് ജാരിയായ സദക്കയാണ്. ജാരിയായ സദക്ക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷവും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സദക്ക, ധർമ്മം. അപ്പോൾ അതാണ് ജാരിയായ സദക്ക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതുപോലെ അവന് ഉപകാരപ്പെടുന്ന വിജ്ഞാനം. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ മരണപ്പെട്ട ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്തതി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നും മുറിഞ്ഞു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ, ഒരാൾ, ഒരു സത്യവിശ്വാസിയുടെ ഒരു പ്രയാസം, ആ പ്രയാസത്തിന് ഒരു പരിഹാരമുണ്ടാക്കി കൊടുത്താൽ, മിൻ കുറബി ദുന്യ, ഭൗതിക ജീവിതത്തിലുള്ള പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസത്തിൽ ഒരു പരിഹാരമുണ്ടാക്കി കൊടുത്താൽ, നഫസ അല്ലാഹു അൻഹു, അല്ലാഹു തആല അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമാക്കും. കുർബത്തൻ മിൻ കുറബി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഈ മനുഷ്യൻ നേരിടുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലാഹു തആല കൊടുക്കും. വമൻ യസ്സറ അൻ മുഅ്സിരിൻ, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാൾ എളുപ്പമാക്കി കൊടുത്താൽ, അഥവാ ആ പ്രയാസം നീക്കി അവന് എളുപ്പം ചെയ്തു കൊടുത്താൽ, യസ്സറ അല്ലാഹു അലൈഹി ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു തആല
അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ, ഇനി ഒരു വ്യക്തി ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂനത അറിഞ്ഞു, എന്നാൽ ആ ന്യൂനത, ആ കുറ്റം അല്ലെങ്കിൽ കുറവ് ഇദ്ദേഹം മറച്ചു വെച്ചു, ആർക്കു മുന്നിലും അത് അവതരിപ്പിക്കാതെ അത് മറച്ചു വെച്ചാൽ, രഹസ്യമാക്കി വെച്ചാൽ, സർത്തറഹുല്ലാഹു ഫിദ്ദുന്യ വൽ ആഖിറ, അള്ളാഹു ഈ വ്യക്തി അഥവാ മറ്റൊരു മുഅ്മിനിൻ്റെ ന്യൂനത ആളുകളുടെ മുമ്പിൽ പരസ്യപ്പെടുത്താതെ മറച്ചു വെച്ചയാൾ, അയാളുടെ ന്യൂനതകൾ അല്ലാഹു തആല മറച്ചു വെക്കും. ഫിദ്ദുന്യ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും മറച്ചു വെക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ചുരുക്കി പറഞ്ഞാൽ, ഒരു അടിമ തൻ്റെ സഹോദരന് സഹായം ചെയ്യുന്ന കാലത്തോളം അല്ലാഹു തആല ആ അടിമക്ക് അല്ലാഹുവിൻ്റെ സഹായം ചെയ്തുകൊണ്ടിരിക്കും. വമൻ സലക ത്വരീഖൻ, ഇനി ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, എൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ബിഹി, അത് കാരണം അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പാത, സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും. ഇത് റവാഉ മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ വിഷയങ്ങൾ, ഒരു സത്യവിശ്വാസി ഒരു വ്യക്തിയുടെ മറ്റൊരു സത്യവിശ്വാസിയുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ദൂരീകരിച്ചു, അതുപോലെ എന്തെങ്കിലും വിഷമം അതിൽ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു ഇവൻ്റെ പ്രയാസം അന്ത്യദിനത്തിൽ നീക്കി കൊടുക്കും. അതുപോലെ ദുന്യാവിലും ആഖിറത്തിലും ഇവനെ അള്ളാഹു തആല കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ ന്യൂനതകൾ ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു ഇവൻ്റെ ന്യൂനത ദുന്യാവിലും ആഖിറത്തിലും മറച്ചു വെക്കുകയും മറ്റൊരാളെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ലാസ്റ്റ് പറഞ്ഞത്, ഒരാൾ അറിവന്വേഷിച്ചൊരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും. ഇനി അടുത്ത ഹദീസ്, അനിൽ മിഖ്ദാം റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. മിഖ്ദാം റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ, ഒരാളും തന്നെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ആ ക്യാഷിന് വാങ്ങിക്കഴിച്ച, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സമ്പാദിച്ചത് കൊണ്ട് ഒരാൾ കഴിക്കുന്ന ഭക്ഷണം, അതിനേക്കാൾ നല്ല ഭക്ഷണം ആരും തന്നെ കഴിച്ചിട്ടില്ല. അപ്പം സ്വന്തം പണിയെടുത്ത് അധ്വാനിച്ച് സമ്പാദിച്ച് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം അത് ഖൈറാണ്, ഏറ്റവും നല്ലതാണ്. ബൈന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, നിശ്ചയം അള്ളാഹുവിൻ്റെ നബിയായ ദാവൂദ് അലൈഹിസ്സലാം, കാന യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹം സ്വന്തം അധ്വാനിച്ച് പണം സമ്പാദിക്കാറായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്വന്തം ജോലി ചെയ്ത് ധനം സമ്പാദിച്ചിട്ടായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് തൊഴിൽ ചെയ്യാൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ അത് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അന്ന സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അടുത്ത ഹദീസാണ്. സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം ചെയ്ത് പറഞ്ഞ ഹദീസാണ്. ലിഅൻ യഊദ അഖദുക്കും ഹബ്ലഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ കയറെടുക്കുകയും ഫയത്തി ബിഹുസ്മത്തിൽ ഹതബി, എന്നിട്ട് അലാ ലഹിരിഹി, ആ കയറെടുത്ത് കാട്ടിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് പോയി അവിടെ ഒരു കൂട്ടം വിറക് കെട്ട് അലാ ലഹിരിഹി, അവൻ്റെ ചുമലിൽ വഹിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഫയബീഉഹ, എന്നിട്ട് ആ വിറക് കെട്ടിനെ അവൻ വിൽക്കുന്നു. ഫയകുഫുല്ലാഹു ബിഹാ വജ്അഹു, ഈ ഒരു പ്രവൃത്തി അവൻ്റെ മുഖം അല്ലാഹു തആല തടഞ്ഞു വെക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇവനെ എന്താക്കുന്നില്ല, നിസ്സാരനാക്കുന്നില്ല. കാരണം അവൻ ജോലി ചെയ്ത് സമ്പാദിക്കുകയാണ്. ഖൈറുൻ ലഹു, അത് അവന് ഖൈറാണ്. മിൻ അൻ യസ്അലന്നാസ, അവൻ ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ. അഅതൗഹു ഔ മനഉഹു, ജനങ്ങളോട് അവൻ യാചിക്കുന്നു, ചില ആളുകൾ അവന് കൊടുക്കുന്നു, ചില ആളുകൾ അവന് കൊടുക്കുന്നില്ല, തടയുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ, ജനങ്ങളുടെ മുമ്പിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി യാചിക്കുകയും ചില ആളുകൾ പണം കൊടുക്കുകയും ചിലർ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ നല്ലത് ഇവൻ എന്ത് ചെയ്യണം? കയറെടുത്ത് വിറക് ശേഖരിക്കുക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു തൊഴിലാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയ തൊഴിൽ എന്താണോ അത് ചെയ്ത് ആ തൊഴിൽ മുഖേന പണം സമ്പാദിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റവാഉൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇപ്പോൾ 4 ഹദീസുകളാണ് നമ്മളിതിൽ ചർച്ച ചെയ്തത്. ഇനി ഇതിൽ പറയപ്പെട്ട ചില പദങ്ങളുടെ അർത്ഥങ്ങളാണ്. മഅനിൽ മുഫ്രദാത്ത്. സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ എന്ന് പറഞ്ഞല്ലോ. കുല്ലു അമലിൻ സ്വാലിഹിൻ, എല്ലാ സൽക്കർമ്മങ്ങളും സൽവൃത്തിയും. എന്തഫിയു ബിഹിൻ നാസു ഫി ഹയാത്തി സ്വാഹിബിഹി വ ബഅദ മൗതിഹി, അത് ആ ഒരു സദഖ, ആ ഒരു സൽക്കർമ്മം ചെയ്ത ആളുടെ ജീവിതകാലത്തും അയാളുടെ മരണത്തിന് ശേഷവും ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ സദഖ ജാരിയ ചെയ്തയാൾ അയാൾ ജീവിക്കുമ്പോഴും അയാൾ മരണപ്പെട്ടാലും മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനാണ് സദഖ ജാരിയ എന്ന് പറയാം. ജാരിയായ സദഖ. നഫസ എന്ന് പറഞ്ഞാൽ ഫറജ, പിന്നെ പരിഹാരം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു തുറവ് കൊടുക്കുക, പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുക എന്നുള്ള അർത്ഥമാണ്. കുർബത്ത് എന്ന് പറഞ്ഞാൽ ജമ്മ കുറബ്, പ്രയാസങ്ങൾ, ഹുസൻ ദുഃഖം. ഔന് മുസാഅദ, സഹായം. യസ്സറ സഹല, എളുപ്പമാക്കി. ഉസ്ർ സഅബ്, പ്രയാസം, ഞെരുക്കം. സതറ അഖ്ഫ, ടു കവറപ്പ്, മറച്ചു വെക്കുക. സലക്ക എന്ന് പറഞ്ഞാൽ ദഖല, പ്രവേശിച്ചു. എൽത്തമിസു എന്ന് പറഞ്ഞാൽ എത്തുലുബ്, തേടുക. ഹുസ്മത്തുൽ ഹത്തബ്, വിറക് കെട്ട്. മാ ജുമിയ റുബിത്ത മിനൽ ഹത്തബ്, വിറകിൽ നിന്നും. ഹത്തബ് പറഞ്ഞാൽ വിറക്, വിറകിൽ നിന്ന് പിന്നെ ഒരുമിച്ച് കൂട്ടി അതിനെ ബന്ധിച്ച് കയറിൽ കെട്ടിയ, ഇതിനാണ് ഹുസ്മത്തു ഹത്തബ് എന്ന് പറയാം. യകുഫു യംനഉ, തടയുക. ഇനി അക്മിൽ അൽ ഫറാഅ ബിൽ കലിമാത്തിൽ മുനാസിബ മിന നസ്സി, ടെക്സ്റ്റിൽ നിന്നും അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒഴിഞ്ഞ ഭാഗം നീ പൂരിപ്പിക്കുക. ഇതാ മാത്തൽ ഇൻസാനു ഡാഷ് അൻഹു അമലുഹു ഇല്ലാമിന് സലാസ. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ഹദീസിൽ നിന്ന് ആ ഭാഗം എടുത്തെഴുതണം. ഇതാ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു. ഇൻഖത അൻഹു എന്നാണ് അവിടെ വേണ്ടത്. ഇൻഖത. അപ്പോൾ ഇൻഖത എന്നുള്ള വാക്ക് അവിടെ ചേർക്കുക. ഇനി മൻ ഡാഷ് അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഡാഷ് മിൻ ഖുർബി യൗമൽ ഖിയാമ. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുർബി ദുനിയ. അപ്പം മൻ നഫസ എന്നാണ് വരിക. അതുപോലെ അൻഹു കഴിഞ്ഞിട്ട് പിന്നെ മിൻ ഖുർബി യൗമൽ ഖിയാമ എന്നുണ്ടല്ലോ. അപ്പോൾ അൻ മുഅ്മിനിൻ എന്നുള്ള വാക്ക് അവിടെ ചേർക്കുക. ഇനി മൂന്നാമത്തെ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അൽ അബ്ദു എന്ന വാക്ക് അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മൻ സലക ഡാഷ്, അവിടെ ത്വരീഖൻ എന്നുള്ള വാക്ക് ചേർക്കുക. മൻ സലക ത്വരീഖൻ എൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. മാ അക്കല അഹദുൻ തഅമൻ ഖത്തു അത്തിയബു. കത്തു ഖൈറൻ, കത്തു ഖൈറൻ എന്നാണ്. ആ ഖൈറൻ എന്നുള്ള വാക്ക് അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസുകളൊക്കെ കാണാതെ പഠിക്കണം. ഏത് ഭാഗമാണ് പൂരിപ്പിക്കാൻ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹദീസ് കാണാതെ പഠിക്കുക. ഇനി അടുത്ത മാ യുസ്തഫാദ് മിനൽ അഹാദീസ്. ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രയോജനങ്ങൾ, നമുക്ക് കിട്ടിയ പാഠങ്ങൾ. ഷജ്ജഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു. അലാ തലബിൽ ഇൽമി വൽ അമലി, അറിവ് തേടാനും അതുപോലെ തൊഴിൽ ചെയ്യാനും. അൽ ജുഹൂദി ഫി സബീലി തക്കസുബി, അതുപോലെ സമ്പാദ്യത്തിൻ്റെ മാർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കാനും. വൽ ഇർത്തിസാഖ്, റിസ്ക് തേടാൻ വേണ്ടിയിട്ടൊക്കെ പ്രോത്സാഹിപ്പിച്ചു. വയുർഷിദു ഇലൽ ഇഹ്തിഫാദ് അലൽ അലാഖാത്തി ബൈന അഫ്രാദിൽ മുജ്തമഇ, അതുപോലെ സമൂഹത്തിലെ വ്യക്തികൾക്കിടയിൽ നല്ല ബന്ധം സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഹദീസിൽ ഈ പാഠത്തിൽ നമുക്ക് കിട്ടിയത്. നമുക്ക് ഓരോ ഹദീസിൻ്റെ ഒരു വിവരണം നമുക്ക് നോക്കാം. ലാ യസാലുൽ ഇൻസാനു യനാലുൽ അജ്റ വസ്സവാബ മിനല്ലാഹി തആല ഫി ഉമൂരിൻ സലാസ ഹത്താ ബഅദ മൗതിഹി. ലാ യസാലുൽ ഇൻസാൻ, മനുഷ്യനായിക്കൊണ്ടേയിരിക്കും. യനാലുൽ അജ്റ വസ്സവാബ്, പ്രതിഫലം, കൂലി നേടിക്കൊണ്ടേയിരിക്കും, കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന്.
നാല യനാലു എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക, ലായസാലു ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. ഫി ഉമൂരിന് സലാസ 3 കാര്യങ്ങളിൽ, ഹത്ത ബഅദ മൗത്തിഹി അവൻ്റെ മരണത്തിന് ശേഷവും അത് അവൻ നേടും. വഹിയ സദഖത്തുഹു അൽ ജാരിയ അവൻ്റെ ജാരിയായ സദഖയാണ്. ജാരിയായ സദഖ എന്താ നമ്മൾ പറഞ്ഞു, അഥവാ ഈ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ. വഇൽ മുഹുല്ലദി യസ്തഫീദു മിൻഹുൽ ആഖറൂൻ അവൻ്റെ അറിവ് അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകും, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, മറ്റുള്ളവർ ഇവനിൽ നിന്നും പ്രയോജനപ്പെടുത്തുന്ന, ഉപകാരമെടുക്കുന്ന തരത്തിലുള്ള അറിവുകൾ. വബനഹു സ്വാലിഹുല്ലദി യദ്ഉല്ലാഹ ലിമഗ്ഫിറതിഹി അവൻ്റെ സ്വാലിഹായ സന്തതി അത് ഇദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അത് അവന് ഉപകാരപ്പെടും. അങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെന്നും നിലനിൽക്കുക. രണ്ടാമത്തെ ഹദീസിൽ വരുമ്പോൾ ഇദാ ഹാവല ഇൻസാനുൻ അല ഇസാലത്തി മുസീബത്തിൻ ഒരു മനുഷ്യൻ ശ്രമിച്ചാൽ, അല ഇസാലത്തി മുസീബത്തിൻ ഒരു ദുരന്തം നീക്കാൻ വേണ്ടി, ഔ ഹുസനിൻ ഒരു സങ്കടം, അൻ അഖീഹി തൻ്റെ സഹോദരൻ്റെ, യുസീലുല്ലാഹു അൻഹു ഹുസനഹു വശറഹു ഫി യൗമിൽ ഖിയാമ അങ്ങനെ അവൻ ചെയ്താൽ അന്ത്യദിനത്തിൽ അവൻ്റെ ദുഃഖവും അവൻ്റെ തിന്മയുമൊക്കെ, ഷർറ് അവൻ്റെ പ്രയാസവുമൊക്കെ അല്ലാഹു തആല അന്ത്യദിനത്തിൽ നീക്കിക്കളയും. വമൻ ഖദ്ദമത് തൈസീറ വസ്സുഹൂല ഇലാ സ്വദീഖിഹി ഫി മശക്കത്തിൻ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ തൻ്റെ സഹോദരൻ്റെ ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് അവനൊരു എളുപ്പമായ കാര്യം, ഒരു പരിഹാരം ഒരാൾ അവന് ചെയ്തു കൊടുത്താൽ, സഹലല്ലാഹു ലഹു ഉമൂറഹു ഫി ദുനിയ വൽ ആഖിറ അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കും. അഥവാ ഒരാളൊരു പരസഹായി ആയി കഴിഞ്ഞാൽ അള്ളാഹു തആല ഈ വ്യക്തിയുടെ കാര്യങ്ങളിലൊക്കെ ഒരു മാർഗം, ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം അള്ളാഹു തആല അവന് ചെയ്തു കൊടുക്കും, ദുനിയാവിലും ആഖിറത്തിലും ചെയ്തു കൊടുക്കും. അവൻ സതറ ഉയൂബ അഖീഹി തൻ്റെ സഹോദരൻ്റെ ന്യൂനതകൾ ഒരാൾ മറച്ചു വെച്ചാൽ, സതറല്ലാഹു ഉയൂബഹു ഫി ദുനിയ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ ന്യൂനതകൾ അള്ളാഹു തആല മറച്ചു വെക്കും. യുസാഇദുല്ലാഹു തആല അബ്ദഹു കുല്ലമാ യകൂനുൽ അബ്ദു ഫി മുസാഅദതി അഖീഹി ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും. വമൻ ദഖല ഫീ സബീലിൽ ഇൽമി ഒരാളൊരു അറിവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു തരീഖ ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും. ഇനി അടുത്ത 3-ാമത്തെ ഹദീസിൻ്റെ ഒരു വ്യാഖ്യാനം, ഖൈറു തആമിൻ ഏറ്റവും നല്ല ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായത്, യൗകുലുഹുൽ ഇൻസാൻ മനുഷ്യൻ ഭക്ഷിക്കുന്നതാണ്, മാ യനാലുഹു മിൻ അമലി യദിഹി അവൻ്റെ കൈകൊണ്ട് അവൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയത് കാരണം അവൻ ഭക്ഷിക്കുന്നത്. വകാന നബിയു ദാവൂദ് അലൈഹിസ്സലാം യഈശു മിൻ അമലി യദിഹി അള്ളാഹുവിൻ്റെ നബിയായ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ടായിരുന്നു അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിരുന്നത്. ഐ അജ്മഅൽ ഇൻസാനു ഹംലത മിൻ ഹതബി ഒരു മനുഷ്യൻ ഒരു കൂട്ടം വിറക്, ഒരു കെട്ട് വിറക് ചുമന്നു, യബീഉ ഫി സൂഖി മാർക്കറ്റിൽ പോയി അതിനെ വിൽക്കുന്നു, ഖൈറുൻ ലഹു അതവന് ഏറ്റവും നല്ലതാണ്, മൻ യതസവ്വല ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ യാചിക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ച ഹദീസുകളുടെ വിശദീകരണങ്ങളാണിത്. അൽ ഫഹ്മു വൽ ഇസ്തിആബ് നമുക്കിതിന് ചോദ്യോത്തരങ്ങളാണ് പറയുന്നത്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ നോട്ടിൽ എഴുതേണ്ടതുണ്ട്. മാഹിയൽ അഅ്മാലു സലാസ അല്ലത്തി ലാ യൻഖതിഉ അൻ സ്വാഹിബിഹി ഹത്താ ബഅദ മൗതിഹി ഏതൊക്കെയാണ് 3 അമലുകൾ അത് അതിൻ്റെ ഉടമസ്ഥന് മരിച്ചു കഴിഞ്ഞാൽ പോലും മുറിഞ്ഞു പോവുകയില്ല. അങ്ങനത്തെ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളത് പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് സദഖത്തുഹു അൽ ജാരിയ ഇൽമുഹുല്ലദി യസ്തഫീദു മിൻഹുൽ ആഖറൂൻ വബ്നുഹു സ്വാലിഹുല്ലദി യദ്ഉല്ലാഹ ലിമഗ്ഫിറതിഹി. അപ്പോൾ അത് നമ്മൾ എഴുതുക. ആ 3 അമലുകളാണ്. ലിമൻ സഹലല്ലാഹു ലഹു തരീഖ ഇലൽ ജന്ന ആർക്കാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള മാർഗം, വഴി എളുപ്പമാക്കി കൊടുക്കുക. സഹലല്ലാഹു അവിടെ പറയുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ
ഒരാൾ ഇൽമന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ അത് എഴുതുക. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന എന്നുള്ള ആ ഒരു ഭാഗം എഴുതുക. പേജ് നമ്പർ 12 മാ ഹുവ ഖൈറു തആം, ഏതാണ് ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത്? അപ്പോൾ അത് പറയുന്നുണ്ടല്ലോ, ഒരാൾ സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് കഴിക്കുന്ന ഭക്ഷണം അതവന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അയകുല മിൻ അമലി യദിഹി. അപ്പോൾ ഖൈറു തആമി വ തആമു മിൻ അയകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്ത് സമ്പാദിച്ചതിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഖൈറായ ഭക്ഷണം. അതിനാൽ ഇൻഷാ വ തഅലീഫ്, ഇതിൽ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഇദ്ദ മുദക്കിറാത്തിൻ മൂജദൻ ലാത്തിയ, താഴെ തന്നിരിക്കുന്നതിനെ കുറിച്ച് ഒരു ഷോർട്ട് പാരഗ്രാഫ്, ചെറിയ സെൻറ്റൻസുകൾ എഴുതുക, കുറിപ്പുകൾ എഴുതുക. ഒന്ന്, ഫദലുൽ ഇൽമി വൽ ജുഹൂദി ഫീ സബീലി, അറിവിൻ്റെ ശ്രേഷ്ഠത, അതുപോലെ അറിവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമം, അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക. അത്തആവുനു വൽ മുസാഅദതു ബൈന അഫ്രാദിൽ മുജ്തമഇ, സമൂഹത്തിലെ വ്യക്തികൾക്കിടയിൽ പരസ്പര സഹായവും സഹകരണവും. അഹമിയത്തുൽ അമലി വത്തകസ്സുബ്, തൊഴിലിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും പ്രാധാന്യം. അപ്പോൾ ഇത്രയും 3 വിഷയങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് നമ്മൾ എഴുതാനാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.